തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചെന്നൈയിൽ ഗവർണർ ഓഫീസ് തന്നെയാണ് പന്തലിടാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്ത്, അതായത് നാളെ വിജയ് ചന്ദ്രശേഖർ ജോസഫ് മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേറുകയാണ്. ഒറ്റയ്ക്കാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനകത്ത് കോൺഗ്രസിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. 5ഓളം MLA-മാർ, 6ഓളം പേരുടെ ഷോർട്ടേജ്. കേരളത്തിൻ്റെ ഗവർണർ, അദ്ദേഹത്തിനാണ് തമിഴ്നാടിൻ്റെ ഇൻചാർജ്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇതിനകത്ത് 118 പേരുടെ പേരില്ല, ഇവരുടെ സപ്പോർട്ടില്ല. അപ്പം നമ്പറിൻ്റെ കുറവുണ്ട്. അതായത് ഗവർണർ ഒരു നോട്ട് കൊടുക്കണം ഈ പറയുന്ന വിജയ്ക്ക്, എന്നാൽ മാത്രമേ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയുള്ളൂ. അതൊരു ടെക്നിക്കൽ സംഭവമാണ്. അതെനിക്ക് തോന്നുന്നു അത് സെറ്റിൽ ചെയ്യുന്ന കാര്യമാണ്. ഈ പറയുന്ന വലിയ ഇഷ്യൂ ഒന്നുമല്ല അത്. കർണാടകയിലുണ്ടായിട്ടുണ്ട്, BJP ഭരിച്ച മഹാരാഷ്ട്രയിലുണ്ടായിട്ടുണ്ട്, ഫഡ്നവീസ് ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. അജിത് പവാറിൻ്റെ ഒരു കൂട്ടർ അങ്ങോട്ട് വന്നു ഇങ്ങോട്ട് പോകുന്നു, അവർ പിന്നീട് അത് രാജിവെക്കുന്നു. കർണാടകയിൽ യെഡിയൂരപ്പയുടെ ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇതേപോലെ തന്നെ ചെറിയ ഷോർട്ടേജും വലിയ ഷോർട്ടേജും. പക്ഷേ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉള്ളത്, അതായത് സിംഗിൾ പാർട്ടി, അത് ഈ പ്രീ പോൾ അലയൻസ് അല്ല. കാരണം അലയൻസ് ഇല്ലാതാണ് വന്നിരിക്കുന്നത് ഈ TVK. അപ്പോൾ അതൊരു ടെക്നിക്കൽ മാറ്ററാണ്, അത് സെറ്റിൽ ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം അതൊരു വലിയ ഇഷ്യൂ ഒന്നുമല്ല. അതായത് ഈ പറയുന്ന വിജയ് വെരി സൂൺ, ചിലപ്പോൾ നാളെ ആയിരിക്കും, ചിലപ്പോൾ അത് മാറ്റി വെച്ചേക്കാം, പക്ഷേ അദ്ദേഹം തന്നെ ആയിരിക്കും അവിടുത്തെ അടുത്ത മുഖ്യമന്ത്രി. പിന്നെ ഫ്ലോർ ഓഫ് ദ ഹൗസ് അവിടെ തെളിയിക്കണം, അത് വിജയ്ക്ക് ഇത്ര MLA-മാരുടെ ഭൂരിപക്ഷമുണ്ട്. അത് അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് AIADMK കാണുന്നത്. 2 ദിവസം കൊണ്ട് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളെ കണ്ടു കാണും. AIADMKയുടെ വലിയൊരു വിഭാഗം MLA-മാരും, ഒന്നാമതൊരു ഷൺമുഖം പഴയ ഫിനാൻസ് മിനിസ്റ്ററാണ്, അതേപോലെ തന്നെ വേലു എന്ന് പറയുന്ന കോയമ്പത്തൂരുള്ള MLA, അദ്ദേഹം ബിസിനസ്സുകാരനും മന്ത്രിയൊക്കെ ആയിരുന്നു AIADMKയുടെ പഴയ. അപ്പോൾ AIADMKയുടെ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് കൊങ്കനാട്, കോയമ്പത്തൂർ ആ ബെൽറ്റിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള MLA-മാർക്ക് കൃത്യമായിട്ടറിയാം അവരുടെ പല MLA-മാരും തോറ്റിരിക്കുന്നത്, അതായത് ഇവരൊക്കെ ജയിച്ചിരിക്കുന്നത് ഒരു ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്. കാരണം ഇവർക്കറിയാം ഇവരുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്, അതായത് നാളെ വരാൻ പോകുന്ന ഒരു എമേർജിങ് സിറ്റുവേഷൻ, അതായത് TVKയും വിജയ് എന്ന് പറയുന്ന സിനിമ രാഷ്ട്രീയക്കാരൻ ഉണ്ടാക്കിയിരിക്കുന്ന, അതായത് സിനിമയിൽ നിന്നും സ്റ്റാർഡമിൽ നിന്നും പവർ പൊളിറ്റിക്സിലോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രെൻഡുണ്ട് തമിഴ്നാട്ടിൽ. AIADMKയ്ക്ക് കൃത്യമായിട്ടറിയാം അവരെന്നേക്കുമായിട്ട് രാഷ്ട്രീയ പാർട്ടി അല്ലാതായി മാറുകയാണ് ഫ്യൂച്ചറിൽ. ആ പറയുന്ന MLA-മാർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, TVKയുടെ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ അവരൊരിക്കലും ഒരു പൊളിറ്റിക്കൽ പവറിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അത് DMK എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർക്കും പിടികിട്ടി. അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി, അവരുടെ ക്രൗട്ടും നഷ്ടപ്പെടുകയാണ്. ഈ പറയുന്ന പോലെ ദ്രാവിഡിയൻ പൊളിറ്റിക്സും നേരത്തെ എന്താണ് ഒരു പൊളിറ്റിക്സ് ഈ പറഞ്ഞത്, അതൊന്നും ഈ ന്യൂ ജനറേഷൻ രാഷ്ട്രീയക്കാർക്കും ന്യൂ ജനറേഷൻ വോട്ടേഴ്സിനും തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്കും താല്പര്യമില്ല. കാരണം അവരുടെ പല MLA-മാർ ജയിച്ചിരിക്കുന്നത് 500, 600, 700, 1000, 2000 വോട്ടിനാണ്. അതായത് കൃത്യമായിട്ട് തമിഴ്നാട് കാണിച്ചു കൊടുത്തു, തമിഴ്നാട്ടിലെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു എലക്ഷനിൽ അവരാർക്കാണ് വോട്ട് ചെയ്തത്. ഈ പറയുന്ന 2 ദ്രാവിഡിയൻ പാർട്ടികളെയും പുറത്താക്കിയിരിക്കുകയാണ്. അതായത് DMKയ്ക്കും വലിയ ഭയമാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അവർക്കും സർവൈവ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ അപകട ഭീഷണി എന്ന് പറയുന്നത് AIADMKയ്ക്കാണ്. അവർക്ക് കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കണം, ഇവരൊക്കെ ഫുൾ ടൈം രാഷ്ട്രീയക്കാരാണ്. അവർക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പം റിസൾട്ടൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ടറിയാം അവരുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താണ്. അവർക്ക് ഈ പാർട്ടിയിൽ ഈ പറയുന്ന പോലെ ജയലളിതയുടെ കരിഷ്മയുള്ളൊരു ലീഡറില്ലേ, എടപ്പാടി പളനിസ്വാമിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അയാളാണ് AIADMKയുടെ ലീഡർ.
ഈ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ വല്ലോ വിജയ്ക്ക് ഇതേപോലെ സംഭവം വരുവാണെങ്കിൽ ഈ പാർട്ടി രണ്ടായിട്ടങ്ങ് സ്പ്ലിറ്റായി എടപ്പാടി പളനിസ്വാമി ഒറ്റയ്ക്കായി പോകും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന AIADMK കേന്ദ്രത്തെ സ്വാധീനിച്ച് ഈ ആൾക്കാരുടെ നമ്പർ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അതൊരു പൊളിറ്റിക്കൽ സംഭവമാണ്, ടെക്നിക്കലിനേക്കാളുപരി. കാരണം ഫ്ലോർ ഓഫ് ദ ഹൗസിൽ വന്നു കഴിയുമ്പോൾ AIADMK ഇല്ലാതാകും. അതുകൊണ്ടാണ് അവർ പറയുന്നത് അവരാർക്കും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇത് പറഞ്ഞിരിക്കുന്ന എടപ്പാടി പളനിസ്വാമിയാണ്. ഇതാണ് കൃത്യമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമുണ്ട്. എന്തുകൊണ്ടാണ് അവിടുത്തെ എപ്പോഴും തമിഴ്നാട് പൊളിറ്റിക്സിൻ്റെ അകത്ത് ജാതീയത എപ്പോഴും ഒരു ഘടകമാണ്? കാരണം 100ഓളം ജാതി സംഘടനകളും അവരും ഇവരും ആ ഒരു രീതി വെച്ചാണ് അവരുടെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷെ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവം, അതായത് വിജയുടെ കൂടെ TVK എന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഇന്നർ സർക്കിൾ ചെയ്തിരിക്കുന്ന എലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു തന്ത്രമുണ്ട്. അതായത് അവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 20.6 ആണ് 2011 എന്ന് പറയുന്ന ആ സെൻസസിൽ പറയുന്നത്. അതിനുശേഷം സെൻസസ് എടുത്തിട്ടില്ല. 20.6. അതിൻ്റെ അകത്ത് മെജോറിറ്റി ദളിറ്റ്സും ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ആദിവാസികളുമുണ്ട്. അപ്പോൾ അവരുടെ സീറ്റ് ഏകദേശം 44 സീറ്റുകളുണ്ട്, റിസർവേഷൻ സീറ്റുകൾ. ഈ TVK ചെയ്തൊരു ഭയങ്കര സംഭവമുണ്ട് അതിൻ്റെ അകത്ത്. ഏകദേശം 22ഓളം ജനറൽ സീറ്റുകളിൽ, അതായത് എപ്പോഴും ജാതീയമായിട്ട് ഈ പറയുന്ന AIADMK DMK ആൾക്കാരെ കാൻഡിഡേറ്റ്സിന് നിർത്തുന്ന സീറ്റുകളിൽ ഈ 22 സീറ്റിൽ ഇവർ നിർത്തിയേക്കുന്ന ദളിത് കാൻഡിഡേറ്റ്സിനെയാണ്. ഇതുകൊണ്ടാണ് ഈ അവിടെ DMK AIADMK എല്ലാവരോടും പറഞ്ഞു കാണുന്നത് ഈ TVKയുടെ കാൻഡിഡേറ്റിന് കെട്ടിവെച്ച പണം കിട്ടില്ല. കാരണം ദളിത് കാൻഡിഡേറ്റ് വന്നു, അവിടെയുള്ള മറ്റുള്ള വണ്ണിയാർ കിണ്ണിയാർ എന്നൊക്കെ പറയുന്ന പല കമ്മ്യൂണിറ്റികളുണ്ട്, മറ്റുള്ള OBC ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാൻഡിഡേറ്റ്സിനെ നിർത്തി കഴിയുമ്പം ഈ AIADMK ആൾക്കാർ അവരുടെ കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടുകൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദളിത് വോട്ടുകളുണ്ട്, നിർണായകമാണ്. 20% ചോദിച്ചാൽ വളരെ നിർണായകമാണ്. അതേപോലെ മറ്റുള്ള കമ്മ്യൂണിറ്റികളും കൂടി ഈ TVKയുടെ കാൻഡിഡേറ്റ് ജയിച്ച് കയറി പലയിടത്തും, അതായത് ജനറൽ സീറ്റിൽ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കേരളത്തിലെ ജനറൽ സീറ്റുകളിൽ ഈ ദളിത് കാൻഡിഡേറ്റിനെ നിർത്തിയ ചരിത്രം? പണ്ടെങ്ങാണ്ട് ഒരു കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ടൊരു കുഞ്ഞാമ്പൂ എന്ന് പറഞ്ഞ ആൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി യാഥാർത്ഥ്യമൊന്നും അറിയുന്നില്ല. അദ്ദേഹം SC കാൻഡിഡേറ്റ് ആയിരുന്നു, മത്സരിച്ച് ജയിച്ച ജനറൽ സീറ്റിൽ. പക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ 10, 30, 40 വർഷമായിട്ട് സ്വാഭാവികമായിട്ട് ഒരിടത്ത് പോലും ജനറൽ സീറ്റുകളിൽ SC കാൻഡിഡേറ്റ് ST കാൻഡിഡേറ്റുകളെ നിർത്താറില്ല. അവിടെയാണ് വലിയ പരീക്ഷണം ഈ പറയുന്ന വിജയ് കാണിച്ചിരിക്കുന്നത്. ആ പരീക്ഷണം ഭയങ്കര സക്സസ് ആണ്. എന്താണ് അവിടുത്തെ ഈ ദ്രാവിഡിയൻ DMK AIADMK പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭയം? ആ രാഷ്ട്രീയ പാർട്ടികൾ എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്നു, പുതിയ ട്രെൻഡ് കയറി അടിച്ചിരിക്കുകയാണ്. ഇതൊരു ഭയങ്കര മാറ്റമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റി ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ? ഇതിലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും മുഖ്യമന്ത്രിയായിട്ട് വരുന്നവർക്കൊക്കെ എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റിയാണ് ഉള്ളത്? അവർ പൊളിറ്റിക്സിൽ ഇടുന്നു, അവർ മുഖ്യമന്ത്രി. ഇദ്ദേഹം സിനിമയിലായിരുന്നു, അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അറിയാം. അതിലർത്ഥമൊന്നുമില്ല. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, തമിഴ്നാട് പൊളിറ്റിക്സിനകത്ത് ഇതേപോലെയുള്ള സമവാക്യങ്ങളെല്ലാം പൊളിച്ചു കൊടുത്ത ഒരു നേതാവാണ് ഈ പറയുന്ന വിജയ്. അപ്പം അതിൻ്റെ അംഗീകാരമാണ് തമിഴ്നാട്ടിൽ മുഴുവനും കിട്ടിയിരിക്കുന്നത്. ഈ പറയുന്ന DMK AIADMK അതായത് ഫ്ലോർ ഓഫ് ദ ഹൗസിൽ വിജയ്ക്ക് പരാജയപ്പെടുന്നു ധരിക്കുക. ഇനി അങ്ങോട്ട് ഇലക്ഷൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്തുവാ? ഡൽഹിയിലുണ്ടായ സ്ഥിതി നിങ്ങൾ കണ്ടു. കേജ്രിവാൾ ഇലക്ഷനിൽ ലൂസായി, പിന്നെ അങ്ങോട്ട് ഇലക്ഷനിൽ പോയി, പിന്നീട് ഡൽഹി മുഴുവനും തൂത്തങ്ങ് വാരി. അതേപോലെ തമിഴ്നാട് തൂത്തങ്ങ് വാരി, പിന്നെ DMKയും AIADMK ഇല്ലാതായി പോവും. കാരണം അവർക്ക് കൃത്യമായിട്ട് സിഗ്നൽ കിട്ടി, ഈ 2 പൊളിറ്റിക്കൽ പാർട്ടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇല്ലാതാകാൻ പോവുകയാണ് വെരി സൂൺ. അതുകൊണ്ട് അവർ അവർ ഷോക്കിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ചെന്നൈ പോലൊരു സിറ്റിക്കകത്ത് DMKയുടെ കോട്ടകളാണ്, ഫോർട്ടുകളാണ്.
അവിടെയൊക്കെ ടി വി കെയുടെ കാൻഡിഡേറ്റൊക്കെ ജയിച്ചിരിക്കുന്നു ഹ്യൂജ് മാർജിൻ. കൊളത്തൂർ സ്റ്റാലിൻ തോക്കുന്നു, അതേപോലെ തന്നെ ഡി എം കെയുടെ ഫിനാൻസ് മിനിസ്റ്റർ തോക്കുന്നു. തിരുവാരാക്കുണ്ടെന്ന് പറയുന്ന മറ്റൊരു അയോധ്യയാകാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥലം, അതായത് മധുരയ്ക്കടുത്ത്, അവിടെ ജയിച്ചിരിക്കുന്ന ടി വി കെയുടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ്, ഒരു മുസ്തഫ. ആലോചിക്കുക, അവിടെ അതുപോലും അവിടെ നടക്കുന്നില്ല. അതായത് ആ പറയുന്നൊരു ഹിന്ദു പോളറൈസേഷൻ അതുപോലും ഉണ്ടായിട്ടില്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. ഇതൊക്കെ നോക്കുമ്പോഴാണ് വലിയ തമാശകൾ നമ്മൾ കാണുന്നത്. അതായത് തമിഴ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് അവരുടേതായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ അവരുടെ കൾച്ചറുണ്ട്, അവരുടെ വസ്ത്രമുണ്ട്, അവരുടെ ആഹാരമുണ്ട്, അതായത് ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഉണ്ട്. അവർക്ക് ചേഞ്ച് വേണം. ആ ചേഞ്ചിൽ കൂടിയാണ് വിജയ് വന്നത്. ഇപ്പം വിജയെ കേന്ദ്ര സർക്കാരും ഗവർണറും സ്വാധീനം ഉപയോഗിച്ചിട്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ അടിയാണ് കിട്ടുന്നത്. അതേപോലെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വരട്ടാൻ വിജയ് ശ്രമിക്കുകയാണെങ്കിൽ, ഞാൻ കാര്യം പറയാം, മമതാ ബാനർജി കാണിച്ചു തന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് കേന്ദ്ര ഏജൻസികളുടെ പല ഓഫീസുകളും എടുത്ത് കളഞ്ഞു. അവിടുത്തെ സെക്യൂരിറ്റി എടുത്ത് കളഞ്ഞു. വിജയ് നാളെ വന്നിട്ട് അയാൾക്കെതിരെ ഈ ED കേസ്, CBI കേസ് എന്നൊക്കെ പറഞ്ഞ് വരട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നാളെ ഈ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ടൊരു മ്യൂച്വലിൽ പോവുകയാണ് കേന്ദ്ര തമിഴ്നാട് ഗവൺമെൻറ്റുകൾക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അവിടെ ജനങ്ങൾ പറയും ഇവിടെ കേന്ദ്ര ഏജൻസികൾ വേണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഒരു ഫെഡറൽ സ്ട്രക്ചറിനകത്ത് അതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഓവറായി കഴിഞ്ഞ പ്രശ്നമാണ്. കാരണം ഈ ഏജൻസികളുടെ ഓഫീസ് ഇവിടെ വേണ്ട, ആ ജോലിക്കാർ ഇവിടെ വേണ്ട, ഇവരവിടെ ഫ്ലൈറ്റ് ചെയ്ത ആൾക്കാർ ലാൻഡ് ചെയ്ത് അവൻ്റെ ലാൻഡ് വരണ്ടായോ? പോലീസ് വേണ്ട, അവിടെ ഇവർ പാർട്ടിക്കാരെ അങ്ങ് ഇറക്കിയാൽ മതി. അപ്പം ഇതൊക്കെ വല്ലാത്തൊരു പരീക്ഷണങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് BJPയുടെ സംഭവം മാത്രമൊന്നുമല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധം, ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഏത് രീതിയിലുള്ള ബന്ധവുമായിട്ട് മുന്നോട്ട് പോകണം, ഇതിനൊക്കെ വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകുകയാണ് തമിഴ്നാട് പൊളിറ്റിക്സിൽ. അതുകൊണ്ട് തന്നെയാണ് വിജയ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ BJP ആയിട്ട് അടുപ്പമുള്ള ഒരൊറ്റ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് അവർക്ക് യോജിച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് AIADMK മനസ്സിലായത്, ആ പാർട്ടി പിളർന്ന് ഒന്നടങ്കം ഈ പറയുന്ന വിജയുടെ കൂടെ പോകും. അത് എടപ്പാടി മാത്രം കൂടെ പോകത്തില്ല, കാരണം അയാൾ മുൻ മുഖ്യമന്ത്രിയൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുതിയ രാഷ്ട്രീയ ചരിത്രമാണ് വിജയ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡർ, സിനിമാക്കം പൊളിറ്റിക്കൽ ലീഡർ തമിഴ്നാട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ജൈത്രയാത്രയായിരിക്കും വരാൻ പോകുന്ന 10-15 വർഷം. എങ്ങനെയാണ് NGR കൊണ്ടുപോയത്, ആ രീതിയിലായിരിക്കും അതിനെ നയിക്കുന്നത്. അതിൽ ഈ പറയുന്ന ദ്രാവിഡിയൻ പാർട്ടികൾ, അവരുടെ കൾച്ചറും അഴിമതിയും പരിപാടികളും മുഴുവനും അട്ടപ്പടലം തകർന്ന് നാശമായി പോകും. അതിൻ്റെ നാളുകളാണ് ഇനിയും വരാൻ പോകുന്നത്.